നിങ്ങളും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ? എങ്കിൽ അവൾ ഇന്നിന്ന കാര്യങ്ങളിലൊക്കെ അവൾക്ക് ചില കുഴപ്പങ്ങളുണ്ട്. അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? ഭർത്താവിന് ചില വിഷയങ്ങളുണ്ട്, അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ താമസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലേ? പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുള്ള സ്വഹാബത്ത്, ഹിജറ പോയ സ്വഹാബത്ത്, അവർ ദരിദ്രരിൽ അങ്ങേയറ്റം ദരിദ്രരായിട്ടുള്ള അൻസാരികളുടെ വീടുകളിലാണ് അവർ താമസിക്കുന്നത്. ദാരിദ്ര്യത്തിലേക്കാണ് അവർ ചെല്ലുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവർക്ക് സ്വന്തം ആവശ്യമുള്ള കാര്യങ്ങൾ വലൗക്കാനബിയും ഹസാസ, അവരത് മറ്റുള്ളവർക്ക് നൽകുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? അതൊരു വളരെ അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത്, ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വിശാലമാകേണ്ടതുണ്ടല്ലോ. നമ്മുടെ മനസ്സ് വിശാലമാകണം. ഒരു നന്മ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് വിശാലമാകണം. ഒരു തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ മനസ്സ് താല്പര്യപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും മനസ്സിനെ പോകാൻ അനുവദിക്കാതെ തടുത്തു നിർത്തുന്നതിൻ്റെ ഒരു കഴിവുണ്ടല്ലോ. അതാണ് വമൻ യൂക്ക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരെങ്കിലും തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് അതിനെ സൂക്ഷിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ, ആ പിശുക്കുന്ന ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവനാകുന്നു വിജയി എന്നാണ്. ഇത് ആ മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും പറഞ്ഞ കാര്യമാണ്. ആ അൻസാറുകൾ അവർക്ക് ചെയ്തു കൊടുത്ത ആ മഹത്തായ സേവനങ്ങൾക്ക് അവരുടെ മനസ്സ് എത്രമാത്രം വിശാലമായിട്ടുണ്ടായിരിക്കും. തങ്ങളുടെ സഹോദരങ്ങളെ ആ പട്ടിണിയും പരിവട്ടത്തിനും പരിമിതികൾക്കുമിടയിൽ സ്വീകരിക്കാൻ വേണ്ടി അവരെത്ര ബുദ്ധിമുട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഇത് യഥാർത്ഥത്തിൽ. ഇതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നമ്മുടെ വിവാഹ ബന്ധങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ആരുമായി പെരുമാറുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഇത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രശ്നങ്ങളിങ്ങനെ പറയലോ, മണിക്കൂറുകളോളം പറയും. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അവൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്, അവനും കുറേ കുഴപ്പങ്ങളുണ്ട്. അതിനിപ്പോൾ എന്താ പരിഹാരം? അവരെന്തായാലും ഒന്ന് ജീവിക്കാൻ തുടങ്ങി, അവർക്ക് മക്കളുണ്ട്, മുന്നോട്ട് പോവുകയാണ്. അതാണ് വമൻ യൂക്ക ശുഹ നഫ്സിഹി. മനസ്സിൻ്റെ പിശുക്കുണ്ടല്ലോ. അതായത് നമുക്ക് ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മറ്റൊരാളെ കൂടെ ജീവിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ പിശുക്ക്. എന്താണ്? എനിക്കത് വേണം, എനിക്കത് നേടണം, അതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല, അതെനിക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാശി പിടിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് നമ്മൾ അയവ് കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് വിശാലമാകാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് ഔദാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് ഇതിലൊക്കെ കടുംപിടുത്തം പിടിക്കുമ്പോൾ, പിശുക്ക് കാണിക്കുമ്പോൾ, നമുക്ക് മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ നമ്മൾ പരാജയപ്പെടും. ഒന്ന് വിശാലമായി ചിന്തിച്ച് നോക്കൂ. നിങ്ങളും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ? എങ്കിൽ അവൾ ഇന്നിന്ന കാര്യങ്ങളിലൊക്കെ അവൾക്ക് ചില കുഴപ്പങ്ങളുണ്ട്, അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? ഭർത്താവിന് ചില വിഷയങ്ങളുണ്ട്, അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പോൾ മനസ്സിൻ്റെ പിശുക്കാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം. ഒരു ചെറിയ നന്മ ചെയ്യണമെങ്കിലും, ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും, നമുക്ക് മറ്റുള്ളവരോട് പെരുമാറണമെങ്കിലും, നമ്മൾ ദേഷ്യപ്പെടാതിരിക്കണമെങ്കിലും, എന്തിനും നമ്മുടെ മനസ്സെന്ത് ചെയ്യണം? മനസ്സിനൊരു പിശുക്കുണ്ട്, മനസ്സിന് ചില താല്പര്യങ്ങളുണ്ട്. ആ പിടുത്തം മനസ്സ് വിടാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇത്തരം നന്മകളിലേക്ക് പ്രവേശിക്കാനോ നന്മകളിലൂടെ മുന്നോട്ട് പോകാനോ നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് മനസ്സ് വിശാലമാകുക, പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ തീർച്ചയായും നല്ലൊരു പെരുമാറ്റ രീതിയെയും നല്ലൊരു സ്വഭാവത്തെയും നമുക്ക് രൂപീകരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ അത്യധികമായ വിജയം നേടിയെടുക്കാൻ പറ്റും. അത്തരം വിജയങ്ങൾ നേടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.